ഡോമിനോസ് എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യമാണിത്. ഡോമിനോസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഓഫീസിൽ നമ്മുടെ മാനേജറിൻ്റെ കാല് ഒരു മേശയിൽ തട്ടി നല്ല വേദന എടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളൊരു റിപ്പോർട്ട് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വേദന കൊണ്ട് ആ റിപ്പോർട്ട് നോക്കാതെ നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നു. നിങ്ങൾ വളരെ വിഷമത്തോടെ നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിലാണെങ്കിൽ വൈഫ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 3 ബെല്ലടിച്ചിട്ടും തുറക്കാത്തപ്പം കഥ തുറന്ന ഉടനെ വൈഫിനോട് എന്ത് ചെയ്തു? ഹസ്ബൻഡ് ഷൗട്ട് ചെയ്തു. അതോടെ വൈഫ് ഡെസ്പായി, വൈഫ് വിഷമത്തിലായി. മകളാണെങ്കിൽ വളരെ നല്ല ക്രിയേറ്റീവായിട്ട് 2 മണിക്കൂർ എടുത്ത് വരച്ച സാധനം കൊണ്ട് കാണിച്ചപ്പോൾ അമ്മ മകളോട് ചൂടായി. അവിടെ നിന്ന് ഒരു പൂച്ചയെ മകള് ഒരു ചവിട്ടും കൊടുത്തു. ഇതിപ്പം ഈ പൂച്ചയ്ക്ക് ചവിട്ട് കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും മേശയിൽ കാലിടിച്ചത് കൊണ്ടാണ്. അപ്പം മേശയാണോ കുറ്റക്കാരൻ? അല്ല. ഇതിനെയാണ് നമ്മൾ ഡോമിനോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലോട്ട് ഇങ്ങനെ സ്ട്രെസ് ഇങ്ങനെ മാറിപ്പോയി അത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ തന്നെ അഫക്റ്റ് ചെയ്യും. അതായത് സിറ്റുവേഷനിൽ വരുന്ന പ്രോബ്ലംസ് നമ്മൾ ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഫാമിലിയിൽ ആ ഒരു സ്ട്രെസ് ഉണ്ടായി, ആ സ്ട്രെസ് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ചിലപ്പോൾ ആ സമയത്ത് പ്രോബ്ലം ഉണ്ടാവില്ല, ഫാമിലിയിലായിരിക്കും പ്രോബ്ലം. കാരണം അന്ന് നിങ്ങൾ ചൂടായത് കുറേ നാൾ കഴിഞ്ഞ് ദേഷ്യം വൈഫ് പിന്നെ ആയിരിക്കും നിങ്ങളോട് കാണിക്കുന്നത്. അപ്പം അതിനുശേഷം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം വർക്കിലും എഫക്റ്റ് ആവും. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഡോമിനോസ് എഫക്റ്റ് മനസ്സിലാക്കിയിരിക്കുക, ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.